ഗൈസ്, ഞാനൊരു ടാലൻറ്റ് കാണിക്കാൻ പോകും. ഇത് ടാലൻ്റ് അല്ല, പക്ഷെ ഞാൻ ഈ ഗ്ലാസ്സില്ലേ, ഇത് ഞാൻ എൻ്റെ വായയിൽ ഇങ്ങനെ പിടിക്കാം. ഒരു ഇതില്ല, ഇത് ടാലൻ്റ് അല്ല, പക്ഷെ ഇതൊരു ഇതാണ്. ഞാൻ കാണിക്കാട്ടെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ. കുറച്ച് സമയം എടുക്കും ഇതാവാൻ. പിന്നെ സ്റ്റഡി ആയിട്ട് ഒന്ന് പിടിക്കാം. എൻ്റെ കൈ പിന്നെ എളുപ്പപ്പണിയെന്ന് പറയുന്നത് പുട്ടാണല്ലോ. മുതിർന്ന പയറും കടലും പരിപ്പും പയറുമായി കൊണ്ടുകൊണ്ട് ചെറിയ വെള്ളം പെട്ടെന്ന് ചൂസ് ചെയ്യും. ഒരു പയർ ഉണ്ടാക്കാൻ ചോറ് നമുക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ വീട്ടിൽ ഞായറാഴ്ച വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാവുക ഉച്ചയ്ക്ക്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മുടെ വീട്ടിൽ തിങ്കൾ ടു ശനി നമുക്ക് നല്ല ഗ്രാൻഡ് ഫുഡും ഞായറാഴ്ച ഓഫ് ഡേ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. നമുക്ക് എണീക്കാൻ ലേറ്റ് ആകുന്നതും പിള്ളേരെ കാര്യങ്ങളൊക്കെ ഞാനൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും വേഗത്തിൽ അടുക്കളയിൽ വരുമ്പോൾ തട്ടിക്കുട്ടി നമ്മൾ ചെയ്യൂട്ടോ. പിന്നെ സോഫാകളും മേടിക്കുന്നത് കുറേ നാളെ വിചാരിക്കുന്നത്. കുട്ടികൾക്ക് പ്രായമായ സമയങ്ങൾ തൊട്ടേ വിചാരിക്കുന്നത് അവരിവിടെ ഫുഡ് കളഞ്ഞു ഫുള്ളിങ്ങനെ എന്താ പറയുക അലങ്കോലാക്കി നമ്മൾ സോഫ ഏടാവാറായിട്ടുണ്ട്. അപ്പോൾ ഈ കവർ പക്ഷെ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു കോർണറിലുള്ള ബോക്സിന് മാത്രം കവർ ചെയ്യാനുള്ള അതും ഞാൻ എത്ര തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. 700 രൂപ അങ്ങോട്ട് വരുന്നുള്ളൂ. ഞാൻ മേടിച്ച സമയത്ത് ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി അതൊന്ന് സെറ്റായപ്പോൾ. പിന്നെ നമ്മൾ ധാന്യങ്ങൾ ഇട്ട് വെക്കുന്നത് ഈ ബോക്സ് ഫുൾ റീഫിൽ ചെയ്തു എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അത് ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പേര് മേടിച്ചിട്ട് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നത്. ഭയങ്കര യൂസ്ഫുള്ളാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കാശിക്കൂട്ടനെ അച്ഛനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തുള്ള നമ്മുടെ ഉത്സവമാണ്. അപ്പോൾ രാവിലെ കാശിക്കൂട്ടനെ അച്ഛനും പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഐയൂസിന് ചെറുതായിട്ടുള്ള അയ്യായി അവരെയും കൊണ്ടിട്ട് ഈത്തോ നീലൊക്കെ ഡോക്ടർക്ക് പോകാൻ പോലെ എല്ലാവരും വൈകായി വരും. അപ്പോൾ നമ്മൾ അടുക്കളയിൽ പരിപാടിക്ക് ഏകദേശം വെട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ സോഫയിലൊന്ന് കയറിയിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ജലദോഷം ഒക്കെ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വെബ്സൈറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യം കഴിച്ചു. ഞായറാഴ്ച ദിവസങ്ങളിൽ ലേറ്റ് ആവുമ്പോൾ തന്നെ അടുക്കളയിൽ പരിപാടി അത് ലേറ്റ് ആവാറുണ്ട് കേട്ടോ. പിന്നെ എളുപ്പപ്പണി എന്ന് പറയുന്നത് കൂടെയുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ശീലമാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനത്തെ അവസ്ഥയാണ്. അടുക്കളയിൽ നല്ല മണം വന്നപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ അമ്മ എന്നോട് കാര്യമൊക്കെ ഉണ്ടാക്കായിരുന്നു കേട്ടോ. മുറ്റത്ത് ചെന്നപ്പോൾ അപ്പൂപ്പില്ല ഓക്കെ, എനിക്ക് മതിയായിട്ട് ഈ ടൈമർ എന്തൊട്ട് ടൈമർ 20 സെക്കൻഡ്സ് അല്ലേ ഞാൻ വെച്ചോളൂ. ഇതെന്താണ് ഇങ്ങനെ കിടക്കണം? അപ്പോൾ ഇനി എന്തെങ്കിലും ആവട്ടെ, ടൈമർ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണേ, എന്തെങ്കിലും ആവട്ടെ. ഹലോ, ഓക്കെ, ഞാനിപ്പോൾ ഇതെങ്ങനെ ചെയ്യണ്ടേന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇങ്ങനെ ആരെങ്കിലും വയ്ക്കാനാവട്ടെ. ഇങ്ങനെ ബ്രീത് ചെയ്യാം. എന്നിട്ട് ഇത് പുറത്തോട്ട് ഇങ്ങനെ വിടരുത്, ഇങ്ങനെ വിടരുത്, ഇങ്ങനെ പിടിച്ച് നിൽക്കാം. അപ്പം ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് നല്ല ഫിറ്റ് ആയി നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പിടിച്ച് നിൽക്കാം. അതെ, പല ആയകൾ വരും. ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് വിചാരിക്കണ്ട. അപ്പോൾ അത് സിമ്പിളാണ്. ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഓക്കെ, നീ ട്രൈ ചെയ്ത് നോക്കാം യൂട്യൂബ്. എനിക്കത് പറ്റുന്നില്ല, പക്ഷെ അത് നിങ്ങൾക്ക് പറ്റും, ചിലപ്പോൾ പറ്റും. ട്രിക്ക്
ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലോണം അമർത്തി പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കില്ല, ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നല്ലോണം സീൽ ചെയ്ത് ഗ്യാപ്പ് ഉണ്ടാ ഇല്ലല്ലോ. ഇങ്ങനെ വെച്ചിട്ട് ചിലവർക്ക് ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്യാം, പക്ഷെ അത് വർക്ക് ചെയ്യൂല ചിലവർക്ക്. ഓക്കെ, അത് ഒരാൾ ഞാനാണ്. അപ്പോൾ അത് എനിക്ക് വർക്ക് ചെയ്യുന്നത് അതാണ്. ഇത് നമുക്ക് ട്രൈ ചെയ്യാൻ നോക്കാം. ഒന്ന് കൂടിയിട്ടോ. ചെറിയൊരു ഗ്യാപ്പെങ്കിലും മതി കേട്ടോ ആൻറ്റി. ഇങ്ങനെ ഇപ്പോൾ ഇതിനൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ആയിപ്പോകും. അപ്പോൾ ഈ പഠിച്ചവർക്കൊരു ടാലൻ്റായിട്ട് എടുക്കാം കേട്ടോ അത്. ഞാനിത് ഒന്നും കണ്ടുപിടിച്ചതൊന്നുമല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കണ സമയത്ത് വായിൽ വെറുതെ ഇതൊന്ന് പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സോസ് എടുത്തതാണ് ഇതെന്ന്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സോസ് എടുത്തതാണ് ഇങ്ങനെ പിടിച്ചിട്ട്. പിന്നെ എന്തോ ഒരു പിടുത്തം പോലെ തോന്നി. പിന്നെ ഞാൻ കാണിച്ചിട്ട് വിട്ടപ്പോൾ ഇത് ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ടാലൻ്റാണ് ഞാൻ കൺസിഡർ ചെയ്തു. ഇപ്പോൾ ടാലൻ്റ് ആണോന്ന് അറിയില്ല, പക്ഷേ എനിക്കൊരു ടാലൻ്റാണത്. പിന്നെ എനിക്കൊരു വേറൊരു ടാലൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് ഒറ്റ കാലിൽ നിൽക്കാൻ പറ്റും. അയ്യോ നിൽക്കട്ടെ 1 സെക്കൻഡ്. ഒറ്റക്കാലിൽ ചാടാനും പറ്റും. എനിക്ക് ഒറ്റക്കാലിലാണ് നിൽക്കണം. എവിടെയും പിടിച്ചിട്ടില്ല ഞാൻ. എവിടെയും പിടിച്ചിട്ടില്ല. ഇതൊരു ടാലൻ്റ്. ഞാൻ ഭരതനാട്യം പഠിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിതൊന്ന് പഠിച്ചു വെച്ചതാണ്. വേറൊരു ടാലൻ്റ് ഉണ്ട്, പക്ഷെ അത് ശരിക്കും ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഇങ്ങനെ കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കടക്ക ഇങ്ങനെ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് ആരും കണ്ടില്ല. എന്താ ഞാൻ ബാക്കിലോട്ട് 7 വർഷം മുന്നുള്ള ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഇതാണ് എൻ്റെ ഒരു ടാലൻറ്റ്. പിന്നെ ഇത് കടന്നിട്ട് ചെയ്യാൻ നല്ല സിമ്പിളാണ്, പക്ഷെ ഇങ്ങനെ സ്റ്റാൻഡേർഡ് സംഭവമാണ്. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, പക്ഷെ എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല. പിള്ളേർക്ക് കൊടുക്കണം. നമ്മുടെ കാലത്ത് കഴിഞ്ഞ് കല്യാണം ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് മാത്രം കുറിച്ച് ഞാൻ ചോറുള്ളൂ. ചെയ്യാൻ പറ്റില്ല. ചോറുണ്ടായിരുന്നു. ആരെങ്കിലും നിന്നിട്ട് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കോമൻ്റ് അടിക്കണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എൻ്റെ ടാലൻറ്റ്. അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സോറി, കളിയാക്കാൻ വിചാരിച്ചതാണ്.
അയ്യോ പോയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയായിരുന്നു പാമ്പ് ഓക്കെ ഒരു ബൈ ബൈ